نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിന്റെ സന്ദേശം അതോ സന്ദർഭോചിതമായി ജനങ്ങൾക്ക് കൈമാറുക എന്ന പ്രവർത്തനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നടത്തിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം പ്രവർത്തനങ്ങളിൽ സന്ദർഭോചിതമായി തന്നെ ഇടപെട്ടുകൊണ്ട് അപ്പപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇസ്ലാമികമായ ലീഡർഷിപ്പ് നൽകുക എന്ന സൗഭാഗ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ലോകം നീതിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ആകാശഭൂമികളുടെ ഉടമസ്ഥനായ നാഥൻ കൃത്യമായ കറകളഞ്ഞ നീതി അത് ഖുർആനിലൂടെ അവതരിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ ജീവിക്കുന്ന രൂപമായി പ്രവാചകനെയും പ്രവാചകന്റെ അനുചരന്മാരെയും ഭൂമുഖത്ത് സമർപ്പിച്ച് കാണിച്ചു തരികയും അവരുടെ ചരിത്രം അടിമുതൽ മുടി വരെ എന്ന് പറയാവുന്നിടത്തോളം കൃത്യമായി തന്നെ അള്ളാഹു അവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് നിലനിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരം സന്ദർഭത്തിൽ വിശ്വാസി സമൂഹം ഇത്തരം നീതിമാന്മാരായ ഭരണാധികാരികളെ അത്തരം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മനുഷ്യരൂപങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാനും അതേപോലെ സമൂഹത്തിന് സമർപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത്തരം മാതൃകകൾ ഇവിടെ സൃഷ്ടിച്ച് അത് സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗ്രാമാന്തരങ്ങളിൽ ഒരു ഭരണകൂടത്തിന്റെ എല്ലാവിധ സഹായഹസ്തങ്ങളും
മാത്രമല്ല അവരുടെ അടിമുതൽ മുടിവരെയുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള കൈകാര്യകർത്താക്കളാണ് പഞ്ചായത്ത്, ബ്ലോക്ക്, അതേപോലെ വാർഡ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. ഇത്തരം ഇടങ്ങളിൽ കറകളഞ്ഞ നീതിയുടെയും സത്യത്തിന്റെയും ധാർമ്മികതയുടെയും രൂപങ്ങളെ സ്ഥാപിച്ചെടുക്കുവാൻ അള്ളാഹുവിനെ മുൻനിർത്തി നമ്മളെങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ സാധ്യമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നടക്കാത്ത ഒരു കാര്യമല്ല അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിവിൽപ്പെടാത്ത കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതിയുടെ പ്രയോഗവൽക്കരണം അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ അദ്ദേഹം ഭൂമുഖത്തിന് കാണിച്ചു തന്നു. അദ്ദേഹം ഏതോ ഒരു പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ വാർഡിന്റെയോ ഭരണാധികാരി ആയിരുന്നില്ല. വലിയ സാമ്രാജ്യങ്ങളുടെ, ഒരുപാട് രാജ്യങ്ങളുടെ, ലോകരാഷ്ട്രങ്ങളുടെ, സൂര്യനസ്തമിക്കാത്തത് എന്ന് തന്നെ പറയാവുന്ന അത്ര വിശാലമായ പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്നു. എന്നിട്ടും ആ ഭരണാധികാരി രാത്രിയിൽ എഴുന്നേറ്റ് നടക്കാറുണ്ട് എന്നാണ്. തൻ്റെ പ്രദേശത്ത്, തൻ്റെ ചുറ്റുവട്ടത്ത്, തൻ്റെ രാജ്യത്ത് വല്ല പ്രജയും പട്ടിണി കിടക്കുന്നുണ്ടോ, വല്ല പ്രശ്നവും അഭിമുഖീകരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ രാത്രിയിൽ ഉറക്കമിളച്ച് എഴുന്നേറ്റ് നടക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെയും കുട്ടികളെയും കാണുകയാണ്. സ്വന്തം ഒരു പാത്രത്തിൽ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുൻതലമുറ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. ഇപ്പോ സ്കൂളിലൊന്നും അതിനൊരവസരമില്ല. അത്തരം മുർഹത്താവലാനുവിന്റെ ഖലീഫ ഉമർ എന്ന അധ്യായമോ പാഠമോ ഒന്നും ഇപ്പം ഇല്ല എന്ന് മാത്രമല്ല അതിന്റെ വിപരീതമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എത്രയായിട്ടും കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വിളമ്പി കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്ത്രീ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കരഞ്ഞ് കരഞ്ഞ് തളർന്നുണങ്ങിയപ്പോൾ ആ പാത്രം മാറ്റിവെക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെ ആ സ്ത്രീയോട് അന്വേഷിച്ചു, എന്താണ് താങ്കൾ ചെയ്തത്, നിങ്ങൾ ചെയ്തത് എന്ത് പണിയാണ്? അപ്പോഴാണ് ആ പാത്രം കാണിച്ചു കൊടുക്കുന്നത്. വെറും വെള്ളം മാത്രമായിരുന്നു ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നത്. ആ വെള്ളം ഇളക്കി അത് എന്തോ എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഉണ്ടാക്കുന്നുണ്ട് എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അവർ ഉറങ്ങും. ആ ഉറങ്ങുവാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ ഈ ഇളക്കിയത് എന്ന് ആ സ്ത്രീ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഇടനെഞ്ചിനെ അത് സ്വാധീനിക്കുകയും അദ്ദേഹം ബൈത്തുൽ മാലിൽ പോയിട്ട് അരിയും സാധനങ്ങളും അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് സ്വന്തം തലയിൽ വെച്ച് പോരുമ്പോൾ ഭൃത്യൻ ചോദിക്കുന്നുണ്ട്, ഞാനും കൂടി ഒന്ന് തലയിൽ വെക്കട്ടെ ഈ സാധനം. അപ്പോ ഖലീഫ ഉമർ ഖത്താബ് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, പരലോകത്ത് എന്റെ ഭാരം പേറാൻ നീ ഉണ്ടാവുമോ? ഇത് നിന്റെ തലയിലേക്ക് വെച്ചതെന്നാൽ ഭരണാധികാരിയായ എന്റെ വിമോചനത്തിന് പരലോകത്ത് നീ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളൊക്കെ നമസ്കാരത്തിലും ദിക്റും ദുആകളിലുമൊക്കെയാണ്. ഇത്തരം സന്ദർഭത്തിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും നമ്മളുടെ വിഷയം പ്രാർത്ഥനയും ദുആയും നമസ്കാരവും ഒക്കെയാണ് എങ്കിൽ അള്ളാഹുവിൽ അത് പരിഹാസ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കതിന് അവകാശമില്ല. ആ നമസ്കാരത്തെ കുറിച്ചോ ദിക്റിനെ കുറിച്ചോ ദുആനെ കുറിച്ചോ പറയാൻ അവകാശം, പ്രതിഫലമില്ല എന്നത് പോവട്ടെ, അവകാശമില്ല എന്ന ഒരു യാഥാർത്ഥ്യം കളവാക്കിയവരാണ് അവർ ദീനിനെ. അത്തരം അപ്പോഴും ഇതൊന്നും ചർച്ച ചെയ്ത് ജനങ്ങളുടെ അവകാശങ്ങളും ബാധ്യതകളും നിർവഹിക്കാതെ ഒരുത്തൻ അത്തരം സംസാരവും അത്തരം ദിക്ർ ദുആകളുമായി നടന്നാൽ കളവാക്കിയവനെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കിൻ. അവന്റെ നമസ്കാരം ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരം നാശമാണ്. വയംനഊനൽ മാഊൻ, പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും കാണാതെ അത്തരം നമസ്കാരക്കാർക്ക് വലിയ നാശമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് 40 ദിവസം മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിലേറെ പുണ്യം ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി, ആവശ്യത്തിനാണ്, അത്യാവശ്യത്തിനൊന്നുമല്ല, ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കുണ്ട് എന്ന് റസൂൽ പറഞ്ഞത് ആ ഇഅ്തികാഫിന് വിലയില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അതിലേറെ പ്രാധാന്യമുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ
അനിവാര്യമായ അടിസ്ഥാനങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നതിന്. അപ്പൊ അതുകൊണ്ട് ആ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുന്നത് ലോകത്തിന്റെ അവകാശമാണ്. ഇന്ന് ലോകത്തിന്റെ അവകാശമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ലോകത്തിന്റെ നെറുകയിൽ തന്നെ അത്തരം ഭരണാധികാരികളെ അള്ളാഹു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂയോർക്കിലൊക്കെ നമുക്ക് കാണുന്ന സാധിക്കുന്ന കാഴ്ച ഏതാണ്? സഹറ മംദാനി എന്ന് പറയുന്നവൻ ഞാൻ മുസ്ലിമാണ്, മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, തുറന്നടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരം ചോദിക്കുകയും ആ ജനം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം ഭരണാധികാരികളെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ ഗ്രാമപ്രദേശത്തെങ്കിലും നമ്മൾ പ്രയോഗവൽക്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളും ദീനിനെ കളവാക്കിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് സ്വന്തം കൈകളെ കൊണ്ട് തന്നെ ആഹാരം പാകം ചെയ്യുകയാണ്. ആ പെണ്ണിനെ വിട്ടുകൊടുത്തില്ല ആഹാരം പാകം ചെയ്യാൻ. നീ എന്റെ ഭാരം ചുമക്കുമോ എന്ന ചോദ്യം ആ സ്ത്രീയോടും പ്രായോഗികമായി ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുകയാണ്. സ്വന്തം കൈകളെ കൊണ്ട് പാകം ചെയ്തുകൊണ്ട് ആ സ്ത്രീക്കുൾപ്പെടെ വിളമ്പി കൊടുക്കുന്ന ഖലീഫ അതിന്റെ ലോകത്തിന് അവരെ കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്തുകളിലും വാർഡുകളിലും നമ്മൾ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരിക്കൽ അവശനായ ജൂതനായ ഒരു മനുഷ്യനെ അവശനാണ്, അവിടെ കാണാനില്ല, അപൂർവ കാഴ്ചകളാണ്. പക്ഷെ അങ്ങനെ ഒരു കാഴ്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കണ്ടപ്പോ അദ്ദേഹം തോളോട് ചേർത്ത് പിടിച്ച് തോളിൽ കൈവച്ച് കൊണ്ടുപോയി അദ്ദേഹം ഖജനാവിനെ ഏൽപ്പിക്കുകയാണ്. ഇനി മുതൽ താങ്കളുടെ സകല കാര്യങ്ങളും ഖജനാവിന്റെ ചുമതലയാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകന്റെ അനുചരൻ. അത് ജൂതനായിട്ട് പോലും അവിടെ ജാതിയില്ല, പട്ടിണിക്കോ പ്രാഥമികമായ ആവശ്യങ്ങൾക്കോ മുമ്പിൽ ജാതിയും മതവുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഭരണാധികാരി നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് എവിടെ എത്തി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യൂഫ്രട്ടീസ് നദീതീരത്ത്, എവിടെയാണ് യൂഫ്രട്ടീസ് നദി കിടക്കുന്നത്? ഈജിപ്തിലെ യൂഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്നാൽ, അവിടെ നദിയുണ്ട്, സുഭിക്ഷമാണ്, ഒക്കെ ഉണ്ടായിട്ട് പോലും അവിടെ പട്ടിണി കിടന്നാൽ പോലും ഉമർ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം ഏങ്ങി കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അതോർത്ത് ബോധം കെട്ട് 3 ദിവസം ബോധം തെളിയാതെയും 18 ദിവസം എഴുന്നേൽക്കുവാനും സാധ്യമല്ലാതെ കിടന്നിട്ടുണ്ട് എങ്കിൽ അതാണ് അദ്ദേഹത്തെ നീതിയിലധിഷ്ഠിതമായ ഒരു മാതൃകയായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആവർത്തിച്ച് പറയേണ്ടതാണ്, നമ്മൾ കേൾക്കേണ്ടതുമാണ്. രാഷ്ട്രപിതാവ് പ്രഖ്യാപിക്കുന്നു, ഈ ബ്രിട്ടീഷുകാരിൽ നിന്നും അതേപോലെ സകല ആധിപത്യങ്ങളിൽ നിന്നും ഏതെങ്കിലും അർത്ഥത്തിൽ ഇന്ത്യക്ക് വിമോചനം ലഭിക്കുകയാണ് എങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഉൾപ്പെടെ നെഞ്ചേറ്റിക്കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി, ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. നിർണായക ഘട്ടത്തിൽ അത് പറയാനും അത് അവതരിപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും തന്റെ ഇടവും ആർജവും സഹറ മംദാനിയെ പോലെ നമുക്കും ഗ്രാമപ്രദേശത്തെങ്കിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ വാർഡുകളിലെങ്കിലും നമ്മൾ അതിനുള്ള ഒരു പ്രേരണ, അതേപോലെ പ്രാർത്ഥന, അതേപോലെ ശ്രമങ്ങൾ നമുക്ക് നടത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ മറ്റൊരിക്കൽ നമുക്കറിയാൻ സാധിക്കും, പ്രസവം എടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ മുൻകാലങ്ങളിൽ, ഇന്നിപ്പോ ഹോസ്പിറ്റലുകളാണ് പ്രസവം എടുക്കുന്നത്, പക്ഷെ നമുക്കറിയാം, നമ്മളൊക്കെ പ്രസവിച്ച കാലഘട്ടത്തിൽ വയറ്റാട്ടിയായിരുന്നു പ്രസവം എടുത്തിരുന്നത്. ഒസാത്തി എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒസാത്തിയുടെ റോളിൽ പ്രധാനമന്ത്രിയുടെ ഭാര്യ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ ഭാര്യ അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ചെയ്തിട്ട് വരുമ്പോഴാണ് അറിയുന്നത് താങ്കളുടെ സഹോദരന് നല്ലൊരു ആൺകുട്ടിയാണ് കേട്ടോ, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത് കൂടെയുള്ളവൻ ഈ പ്രസവം എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമീണനായ അറാബിയുടെ ഭാര്യയുടെ വയറ്റാട്ടിയായി വന്നിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ പത്നിയുമാണ് എന്നത് അദ്ദേഹം ആ മനുഷ്യൻ തിരിച്ചറിയുന്നത് ആ പ്രയോഗത്തിലൂടെയാണ്. അങ്ങനെ ഒരു പ്രയോഗം അവരുടെ ഭാര്യ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് ലോകം ഇന്ന് അറിയാൻ സാധ്യതയില്ലാത്ത, അപ്പൊ സ്വകാര്യമായി എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും എന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം അതാണ് വളരെ കുറച്ചു മാത്രം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്ന്, ഇന്ന് പുണ്യവാൻ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ നാട്ടിലെ പുണ്യവാൻ എന്ന് പറയുന്നത്? അതെന്താണ്? നല്ല നമസ്കാരത്തയമ്പും അതേപോലെ നെര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രമൊക്കെ കയറ്റി കൊടുത്ത് മൂപ്പരിങ്ങനെ ആ അർത്ഥത്തിലൊക്കെയുള്ള ലോഹയൊക്കെ ധരിച്ചിങ്ങനെ നടക്കുന്ന ക്രൈസ്തവവാദിമാരെ പോലെ നടക്കുമ്പോഴാണ് ഒരുത്തൻ എന്തായി മാറുന്നത്? നല്ല തഖ്വയുള്ളവനായി മാറുന്നത്.
ഫിഖ്ഹും അതിന്റെ അതുപോലുള്ള സംഗതികളൊക്കെ കെട്ടഴിച്ചു കൊടുത്താൽ അയാൾ മഹാപണ്ഡിതനാണ്. ഫിഖ്ഹിന് പ്രാധാന്യമില്ല എന്നൊന്നുമല്ല, ഫിഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇവന്റെ അടുത്ത് അതിന് പ്രാധാന്യമില്ല. ഈ ദീനിനെ കളവാക്കിയവർക്ക് അത് ഉച്ചരിക്കുവാനുള്ള ഒരു അവകാശവും അർഹതയും ഇല്ല. ഇത് ഖുർആനാണ് പറഞ്ഞത്. അവൻ അത് ഉച്ചരിക്കാൻ പോലും അവകാശമില്ല. അവൻ ഫിഖ്ഹിന്റെ ഒരു നൂലാമാല പോലും കെട്ടഴിക്കാൻ അവൻ അവസരമില്ല, അവൻ അനുവാദമില്ല, അവകാശമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുറന്നടിച്ച് തന്നെ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ആർക്കെങ്കിലും ഇതിലൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. പുണ്യം പുണ്യം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും, നിങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു പുണ്യവും നിങ്ങൾക്ക് ലഭ്യമാവാൻ പോകുന്നില്ല. അത് പുണ്യത്തിൽ പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു. എന്ത് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബ്. അല്ലാഹുവിൽ എന്താണ് ഈ ഈമാൻ കാര്യങ്ങളിൽ പുണ്യം എന്ന് പറയുന്നത്? മനുഷ്യൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ചുകൊണ്ട്. ഇതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും ഇസം സ്വീകരിച്ചുകൊണ്ടല്ല, വേറെ ഏതെങ്കിലും ഇസത്തെ കയറി പിടിച്ചുകൊണ്ടോ ഒരു ആധിപത്യത്തെയും കയറി പിടിച്ചുകൊണ്ടല്ല. ഇവിടെ നിൽക്കണം. ഈ പറഞ്ഞ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നീട് അതോടൊപ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടും സമ്പത്തിനോടും ഒക്കെ സ്നേഹം ഉണ്ടായിരിക്കെ തനിക്ക് പ്രിയപ്പെട്ട ധനം തന്നെ സമ്പത്ത് വരും, ആരോഗ്യം പെടും, സൗന്ദര്യം പെടും, എല്ലാം ധനമാണ്. മാലെന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും അതേപോലെ അനാഥർക്കും ഗതിയില്ലാത്ത ആളുകൾക്കും അഗതികൾക്കും യാത്രക്കാർക്കും, ബിനിസബീൽ എന്ന് പറഞ്ഞ വഴിയാധാരമായ ആളുകൾ എന്ന അർത്ഥമുണ്ട്. വഴിയാധാരം ശരിക്കും നേരെ തന്നെ അർത്ഥം അങ്ങനെയാ വരുന്നത്. വഴിയുടെ പുത്രൻ എന്നാണ്. യാത്രക്കാർ മാത്രമൊന്നുമല്ല എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. ഇതാ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും, ഇറങ്ങുമ്പോ കാണാൻ സാധിക്കും. അവിടെ ഓരോ പല സ്ഥലങ്ങളിലും കിടന്നിറങ്ങുന്ന മനുഷ്യന്മാരെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അവരുൾപ്പെടെയുള്ള ആളുകൾക്ക് സഹായം അർത്ഥിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കും, അതേപോലെ അടിമത്ത വിമോചനം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലഘട്ടത്തിൽ അടിമത്തമല്ല, പല ഇസങ്ങളും അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തലയില്ലാത്തതിന്മേൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന അത്തരം ഇസക്കാർക്ക് അവസാനം തലയുണ്ടാവില്ല. മൂപ്പര് മരിക്കാൻ നേരത്ത് ഒരു ഉപകാരം ചെയ്യാത്ത പണികളാണ് മൂപ്പര് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്തരം പണികളാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ലക്ഷം വീട് കോളനി. ആ ലക്ഷം വീട് കോളനിയില് കുടിവെള്ളമില്ല, വർഷങ്ങളായി കുടിവെള്ളമില്ല. അവസാനം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ത് ചെയ്തു? അവിടെ ഒരു കുഴൽക്കിണർ കുഴിച്ചിട്ട് വെള്ളം ഉള്ളിടത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ പമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ അത് ഇവർ സ്വാധീനിച്ചു കളയും. തെരഞ്ഞെടുപ്പിനെ ഇവർ സ്വാധീനിച്ചു കളയും. ഈ ലക്ഷം വീട് കോളനിയിലെ വോട്ട് അവർക്ക് അറിയുമെന്ന് വന്നപ്പോൾ 2-3 വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചിറങ്ങി വെള്ളവുമായി ഇറങ്ങുകയാണ്. വെള്ളം ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി എന്നിട്ട് മത്സരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോ അവിടെ ഇസ്ലാമിക പ്രവർത്തകരെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ഇസ്ലാമിക പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, 3 കുടിവെള്ള പദ്ധതിയാണ് അവിടെ വന്നിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് നിങ്ങളുടെ കുടിവെള്ള പദ്ധതി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി എന്നതാണ്. ആ 2 കുടിവെള്ള പിന്നീട് മത്സരിക്കാൻ വേണ്ടി വന്ന 2 കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ, അത് ഇഹലോകത്ത് അവസാനിക്കുന്നതാണ്. അവർക്ക് പരലോകം അജണ്ടയില്ല, അള്ളാഹുവിന്റെ പ്രതിഫലമല്ല. അവർ പരലോകത്തെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമല്ല ലക്ഷ്യം വെച്ചത്. അത് മാത്രം ലക്ഷ്യം വെക്കുമ്പോഴാണ് അതിലെന്താ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു, നിന്നോട് മാത്രം. ആ മാത്രമില്ലാത്തത് കൊണ്ട് ആ മാത്രമുള്ള കുടിവെള്ള പദ്ധതിയും അത് ഇല്ലാത്ത മാത്രമല്ലാത്ത കുടിവെള്ള പദ്ധതിയും രണ്ടും രണ്ട് തന്നെയാണ്. 3നും പ്രതിഫലമുണ്ട്. അതിലൊരു പ്രതിഫലം ഇഹലോകത്ത് അവസാനിക്കും, 2 കൂട്ടരുടെ പ്രതിഫലം ഇഹലോകത്ത് അവസാനിക്കും. അവർക്ക് അജണ്ടയില്ല. പരലോകം മാത്രം എന്നത് അജണ്ട വെക്കാത്തത് കൊണ്ട് അവർക്ക് നാളൊരു വിഹിതവുമില്ല. അത് ആവേശമാണ് ഉണ്ടാക്കിയത്. ഇറങ്ങി അവരോട് മത്സരിച്ചു. അവിടെ വേണ്ടി അതിനുശേഷം അവിടെ ഏറ്റവും വലിയ അതുവരെ ഉണ്ടായിരുന്ന ശക്തിയിൽ അതിനെയും തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ജനത ഒന്നടങ്കം പിന്തുണച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വോട്ട് മറിയുമെന്ന് കണ്ടപ്പോൾ വന്ന കൂട്ടരെ ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചു വന്നത് ഇവരാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ ദീനുമായി നമ്മൾ ഇറങ്ങുന്നുവെങ്കിൽ, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മംദാനിയെ പോലെ നമ്മൾ ധൈര്യം കാണിക്കുന്നുവെങ്കിൽ,
നമുക്ക് നാളെ പ്രതിഫലം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ നയിക്കുവാൻ സാധിക്കും. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സേവന പ്രവർത്തനത്തോടുകൂടി നാളെ പരലോകത്തെങ്കിലും അദ്ദേഹത്തോട് അണയാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചേക്കും. ഇത് രണ്ടും രണ്ടാണ്. ഇത് മിമ്പറിൽ പറയേണ്ടത് തന്നെയാണ്. മിമ്പറിൽ വെച്ചുകൊണ്ടാണ് റോമും പേർഷ്യയും പ്രവാചകൻ ടാർഗറ്റ് ചെയ്ത് പണിയെടുത്തത്. മിമ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സൈന്യ സജ്ജീകരണം മദീനയിൽ പ്രവാചകൻ നടത്തിയത്. മിമ്പർ വെച്ച് തന്നെയാണ്. ആ മിമ്പർ ഉപയോഗപ്പെടുത്തി ആ വാർഡ് മാത്രമല്ല, റോമ പേർഷ്യ സാമ്രാജ്യങ്ങൾ പ്രവാചകൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്യം വെക്കേണ്ടതില്ല എന്ന് പറയുന്ന ആശയത്തെ ഇനിയും നമ്മൾ നെഞ്ചേറ്റി തോളിലേറ്റി നടക്കുന്നുവെങ്കിൽ നമ്മൾ ആ ബഹുഭൂരിപക്ഷം വരുന്ന മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി നമ്മൾ എത്തിപ്പെടുമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ നിങ്ങൾ അങ്ങനെ മുന്നേറിയ പ്രവാചകന്റെ ചരിത്രം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരിൽ നിന്നാണ് മാതൃക സ്വീകരിക്കുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി എന്തായിരുന്നു? കടുത്ത ശത്രുവാണെങ്കിലും അവന്റെ ആഹാരവും ഭക്ഷണവും പാർപ്പിടവും കുടിവെള്ളവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ഇസ്ലാമിക ശരീഅത്തായിരുന്നു പ്രവാചകന്റെ മാതൃക. ശത്രുവിന് പോലും പ്രവാചകൻ അത് ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 5-ാം വർഷം മക്കയിൽ കഠിനമായ ക്ഷാമം വന്നു. 5 കൊല്ലം കഴിഞ്ഞ് പ്രവാചകനെ നാട് കടത്തി, അവരുടെ ആശയിൽ നാട് കടത്തിയിരിക്കുകയാണ്. ആ നാട് കടത്തിയിട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും കടുത്ത ക്ഷാമം വന്നു. എവിടെയാണ് ക്ഷാമം വന്നിരിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കും. നബി ആട്ടി ഓടിച്ചവർ, കഴുത്തിൽ കുടമാല ഇട്ടവർ, മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർ, തലയിൽ മണ്ണ് വാരിയിട്ടവർ, അതേപോലെ 3 വർഷം ശുഅൈബ് അബീ താലിബ് താഴ്വരയിൽ ആടുകൾ കാഷ്ടിക്കുമാർ ഇലകൾ കഴിക്കേണ്ട വിധം ഉപരോധം ഏർപ്പെടുത്തിയവർ, പച്ചവെള്ളം പോലും കൊടുക്കാതെ കൊന്നൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചവർ, മാത്രമല്ല അവിടുന്ന് നാട് കടത്തിയിടത്ത് ചെന്ന് ബദറും ഉഹദും ഖന്തക്കും ഹുനൈനും നടത്തിയവർ, അതുപോലുള്ള സംഗതികൾ നടത്തിയ അവർ, മാത്രമല്ല പ്രവാചകൻ ഉഹുദിൽ വെച്ച് പ്രവാചകന്റെ പല്ല് അമ്പെഴുതി വീഴ്ത്തിയവർ, കുഴിയിൽ ചാടിച്ചവർ, എന്നിട്ട് മരിച്ചു പ്രവാചകൻ എന്ന് പ്രചരിപ്പിച്ചവർ. പറയാനുണ്ടോ? എന്തൊക്കെ ന്യായങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത്. അതേപോലെ പ്രിയപ്പെട്ട ഹംസയുടെ കരള് എടുത്തിട്ട് കടിച്ചു തുപ്പിയ ഹിന്ദ് ഉൾപ്പെടെയുള്ള അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ക്രൂരമായി കൊന്നൊടുക്കിയ തന്റെ അണികളെ ക്രൂരമായി കൊന്നൊടുക്കിയ ആളുകൾക്ക് അവർക്ക് ദാരിദ്ര്യം വന്നു എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിലേക്ക് കയറി. അപ്പോഴും മിമ്പറിലാ കയറുന്നത്. പ്രവാചകൻ മിമ്പർ എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നതാ. നമ്മളൊരു വെള്ളിയാഴ്ച ഖുതുബ പറയാൻ മാത്രമല്ല, ഖുതുബ എന്നില്ല, ഇന്ന് എന്തൊക്കെ ചില സംഗതികൾ ചൊല്ലി ആളുകൾ വന്നവനും അറിയില്ല, അതേപോലെ പോയവനും അറിയില്ല എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ കുറ്റം പറയില്ല. അറബി അറിയുന്ന അപൂർവ ആളുകൾ ഉണ്ടാവും, അവർക്ക് അതിന്റെ സംഗതി കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ കന്നഡ അറിയുന്നവരും അതുപോലുള്ള മലയാളം മാത്രം അറിയുന്നവരൊക്കെ ഉണ്ടല്ലോ മുഖത്ത്. അവരല്ലേ ഭൂരിപക്ഷമുള്ളത്. ആ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് എന്ത് തിരിയാനാണ്? ഇന്നത്തെ മിമ്പറിൽ നിന്ന് ഖുതുബയിൽ നിന്ന് പലപ്പോഴും മാറ്റമുണ്ട് എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. അൽഹംദുലില്ലാ മാറ്റമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. പക്ഷേ എന്നാലും നമ്മൾ തിരിച്ചറിയണം. ആ മിമ്പറിലേക്ക് പ്രവാചകൻ കയറി ചെന്നുകൊണ്ട് പ്രവാചകൻ പ്രഖ്യാപിച്ചു, സക്കാത്ത് മാത്രമല്ല സദഖകൾ കൊണ്ടുവരട്ടെ. സക്കാത്തും സദഖകളും ഒക്കെ കൊണ്ടുവന്നു, ശേഖരിച്ചു. തികയുന്നില്ല പ്രവാചകന്. ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വീടകങ്ങളിൽ ഭക്ഷണം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് എത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. ഒന്നടങ്കം കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും പല കോലത്തിലായിട്ട് അംർ ബിൻ ആസിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ നിർദ്ദേശം കൊടുക്കുന്നു. അവിടെയുള്ള ഫാസിസ്റ്റുകളുടെ നേതാവായ അബൂ സുഫിയാന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. അദ്ദേഹത്തിന്റെ കൈകളിലൂടെ തന്നെ ഇത് വിതരണം ചെയ്യേണ്ടത്. അതാണ് തിന്മയെ ഏറ്റവും ഉത്കൃഷ്ട. ബദറിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്, ഉഹദിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തിന്മയെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന പ്രവാചകനാണ് ഉമർ ഖത്താബിന്റെ മാതൃക. ഇത് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇസ്ലാം അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് മത്സരിക്കുവാൻ തന്റെ ഇടം കാണിച്ചു കഴിഞ്ഞാൽ അവനെയാണ് നമ്മൾ പിന്തുണക്കേണ്ടത്. ആ അർത്ഥത്തിൽ മറ്റതെന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉട്ടോപ്യൻ ആശയങ്ങളെയല്ല. അതുകൊണ്ട് സഹോദരികളെ അതീവ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. കച്ചവടക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആരാണ് പ്രവാചകനോടൊപ്പം എത്തിപ്പെടാനുള്ള കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ? എത്ര പേരുണ്ട്? പ്രവാചകൻ പറഞ്ഞല്ലോ, അത്താജിറു സദൂഖുൽ അമീൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, സത്യസന്ധനുമായ കച്ചവടക്കാരൻ, മഅസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ യൗമുൽ ഖിയാമ, മഅന്നബിയ്യീന വസിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ യൗമുൽ ഖിയാമ. അന്ത്യനാളിൽ സത്യസന്ധരുടെയും അത് പ്രവാചകന്മാരുടെയും രക്തസാക്ഷികളുടെയും സാലിഹുകളുടെയും കൂടെയായിരിക്കും അയാൾ അന്ത്യനാളിൽ ഉണ്ടാവുക. ആ ലക്ഷ്യബോധത്തോടു കൂടി കച്ചവടം നടക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? അതൊക്കെ ദുനിയാക്കാര്യ, കച്ചവടല്ലേ.
കച്ചവടത്തിലൊക്കെ എന്താണ് അംതുമൂരി ദുനിയാക്കും എന്ന് പറഞ്ഞ ഏതോ പ്രവാചകന്റെ വാക്കിന്റെ ശകലം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ പലപ്പോഴും തള്ളിക്കളയുന്നു. ഞാൻ ആരെങ്കിലും കുറിച്ചല്ല, നമ്മൾ നമ്മളെ കുറിച്ചാ പറയുന്നത്, നമ്മൾ നമ്മളെ കുറിച്ചാ ചിന്തിക്കേണ്ടത്. ഞാൻ അങ്ങനെ വല്ല ദുനിയാകാര്യമാണ് ഒരാളുടെ ആവശ്യങ്ങളിലേക്ക് വേണ്ടി ഒരാൾക്ക് സത്യസന്ധമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക വഴി ഞാൻ ദുനിയാവിന്റെ ആവശ്യമാണ് നിർവഹിക്കുന്നത് എങ്കിൽ നഷ്ടപ്പെട്ടു, പരലോകം നഷ്ടപ്പെട്ടു. അത് വിശ്വാസികളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. എന്റെ കച്ചവടം ദുനിയാവിന് വേണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ടവനല്ല ഞാൻ അങ്ങനെ ലക്ഷ്യം വെച്ച് കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ എന്റെ ആയുസ് തുലച്ചു കളഞ്ഞത് നാളെ പരലോകമില്ലാത്ത ഈ ഇസങ്ങളൊക്കെ ഈ ഇസക്കാരൊക്കെ ചെലവഴിച്ചതുപോലെയായി മാറിപ്പോവും. അതുകൊണ്ട് പരലോകം മാത്രമാണ് എന്റെ ലക്ഷ്യം. അങ്ങനെ പരലോകം മാത്രമായി സത്യസന്ധമായി ഒരാൾ കച്ചവടം ചെയ്താൽ അത് മതി അവന് പരലോകത്തെത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അത് ബാധകമാണ്. അള്ളാഹുവിനെ റസൂലിനെ ആ കൂട്ടത്തിൽ എത്താൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ ഇടപാടും. മാത്രമല്ല അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് സത്യസന്ധനായ കച്ചവടക്കാരൻ. ആ അർത്ഥത്തിൽ അവരെ അത് എത്രത്തോളം പരിഗണിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. മാത്രമല്ല റസൂൽ സാഹിബിനെ കാണാം, നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് പാവപ്പെട്ട ഒരു അനുയായി ഹസ്തദാനം ചെയ്തു. എല്ലാവർക്കും ഹസ്തദാനം ചെയ്യാറുണ്ട്, അതില് ജാതി മതഭേദം ഹസ്തദാനം ചെയ്യാറുണ്ട്, സലാം പറയാറുണ്ട് പ്രവാചകൻ സലാം. ഇവിടെ മുസ്ലിങ്ങളോട് പോലും സലാം ചെല്ലുന്നതിന് ഇപ്പൊ വിലക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടല്ലോ. അതാണ് അങ്ങനെ റസൂൽ അങ്ങനെയല്ല. റസൂൽ ആരെ കണ്ടാലും സലാം ചെല്ലും. എന്നിട്ട് പ്രവാചകൻ പറയും ചെയ്തു, നിങ്ങൾക്ക് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം ചെല്ലാനാണ് റസൂൽ പറഞ്ഞിരിക്കുന്നത്. പരിചയമുള്ളവരെ മാത്രം നോക്കി സലാം ചെല്ലുന്ന ആളായിരുന്നില്ല പ്രവാചകൻ. അങ്ങനെ കൈപിടിച്ചപ്പോ ഒരു പാവപ്പെട്ട ഒരുത്തന്റെ കൈ നല്ല പരുവരിപ്പ് അനുഭവപ്പെട്ടു. പരുവരുത്ത കൈ. അദ്ദേഹം വിറക് വെട്ടുകാരനായിരുന്നു, വിറക് വെട്ടി തയമ്പായതായിരുന്നു. ഉടനെ തന്നെ പ്രവാചകൻ ആ ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ 2 കൈകളും പ്രവാചകൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ലോകത്തോട് റസൂൽ സാക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്, അന്ത്യനാൾ വരേക്കുമുള്ള ആളുകളോട് പ്രഖ്യാപിക്കുകയാണ്, അള്ളാഹുവിനും അവന്റെ ദൂതനും ഏറെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ കൈകൾ കാണണോ നിങ്ങൾക്ക് എന്ന് പ്രവാചകൻ ചോദിക്കുകയും ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അധ്വാനത്തിനൊക്കെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിറകുപെട്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് എങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ആരെ നമ്മളോട് ഇതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ പഞ്ചായത്തിന്റെ കാര്യമാണ്, നാട്ടിലെ കാര്യമാണ്. അത് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നവും. നമ്മുടെ വാർഡിലോ പഞ്ചായത്തിലോ ബ്ലോക്കിലോ ഒരുത്തൻ കയറിയാൽ മതി, അള്ളാഹിനെ പേടിക്കുന്ന ഒരുത്തൻ. അത് ഏത് ജാതിയും മതവും നമുക്ക് അള്ളാഹു റസൂൽ പ്രശ്നമാക്കിയിട്ടില്ല. റോമപേർഷ്യക്ക് അതിജയിച്ചപ്പോ അവിടുത്തെ ഭരണം റസൂല് സഹാബികളല്ലേ ഏൽപ്പിച്ചത്, അവിടെയുള്ള ഭരണാധികാരികളെ തന്നെ ഏൽപ്പിച്ചത്. നിങ്ങൾ ഇനി നടത്തേണ്ടത് ഈ വ്യവസ്ഥ പ്രകാരമാണ്, ഈ നിയമപ്രകാരമാണ്, സത്യസന്ധമായിട്ടാണ് എന്നാ പ്രവാചകൻ പഠിപ്പിച്ചത്. അല്ലാതെ അവിടെ നിന്ന് തുടച്ചു നീട്ടിയിട്ട് വേറൊരു കൂട്ടർ വന്ന് ഇറക്കി ഭരിക്കുക എന്നുള്ളത് പ്രവാചകൻ ചെയ്തിട്ടില്ല. അവരുടെ സമ്മതപ്രകാരം അവരാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്യണം. വിശ്വസ്തനായ ഒരുത്തനെ, മൂല്യബോധമുള്ള ഒരുത്തനെ, പരലോകബോധമുള്ള ഒരുത്തനെ അങ്ങനെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് ഒരുത്തനെയെങ്കിലും പഞ്ചായത്തിലേക്ക് ഇടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, വാർഡ് പഞ്ചായത്തിലേക്ക് ഇടാൻ സാധിച്ചാൽ അവിടെയുള്ള ഒത്തുകളി അവസാനിക്കും. ഒത്തുകളി എന്താണ്? ഞങ്ങള് കാണിച്ച അഴിമതി എങ്ങാനും നീ പുറത്തു പറഞ്ഞാൽ, നിങ്ങൾ കാണിച്ച ഒരുപാടുണ്ട് ഞങ്ങളെടുത്ത് പറയാൻ, മിണ്ടാതിരുന്നോളാം. ശരിയാ, അങ്ങനെ മിണ്ടാണ്ടിരുന്നോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ അടുക്ക് ഒരുത്തൻ, ഇത് മൂന്നാമതൊരുത്തനയിലേക്ക് കടന്നു വരുന്നത്. 2 കൂട്ടരും ഇങ്ങനെ മാറി, അതിലെല്ലാവരും കണക്കാണ്. അത്തരം കാര്യങ്ങൾ മൂന്നാമതൊരുത്തൻ സത്യം പറയുന്നത്, സത്യം മാത്രമേ പറയൂ, തല പോയാലും പറയും. ഹമാസിനെ പോലെ, ഇതിനെ പോലെ, സഹറാംദാനിയെ പോലെ സത്യം പറയുള്ളൂ, തല പോയാലും പറയും. അങ്ങനെ ഒരുത്തൻ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് നോക്കും നിങ്ങൾ, പിന്നെ അവിടെ നടക്കില്ല പല കളിയും. പിന്നെ കളികൾ പുറത്തു വരും. വാട്സപ്പിലൂടെ ആ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ അറിയും. അവിടെ വോട്ടിന് വേണ്ടി ശേഖരിച്ച ഓരോ ഗ്രൂപ്പുകളുണ്ട്, വോട്ട് കിട്ടാൻ വേണ്ടി. അവിടെ പാർട്ടി കക്ഷിത്തൊക്കെ മറന്നു കണ്ടാണ് വോട്ട് കിട്ടണല്ലോ. അത് ഏത് കാർട്ടി? അതിലേക്ക് അങ്ങോട്ട് വരും. കള്ളത്തരം നില നടന്നിരിക്കുന്നു. അത് വേറൊരു കൂട്ടര് പറഞ്ഞതെങ്കിൽ മറ്റൊരു അതിനെന്ത് ചെയ്യും? പറയും, അതിനെ ഹൈജാക്ക് ചെയ്യും. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. എനിക്കറിയാം, മാധ്യമം എന്നൊരു പത്രമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കാഴ്ചയാണ്. ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അങ്ങാടിയിൽ, പള്ളിക്കൽ ബസാർ എന്ന അങ്ങാടിയിൽ. അങ്ങനെ മീൻകച്ചവടക്കാർ തമ്മിലാണ് തർക്കം നടക്കുന്നത്. എന്നിട്ട് വാദപ്രതിവാദം അങ്ങോട്ട് എന്ത് വിഷയത്തിലാണ് വാദപ്രതിവാദം അങ്ങോട്ട് തടിച്ചു നിൽക്കുന്ന സമയത്ത് ഒരുത്തൻ ഇവിടുന്ന് ദൂരത്ത് വരുന്നുണ്ട്. നോക്ക്, ഇത് ചന്ദ്രികയിലല്ല, ഇത് മറ്റൊരുപാട് പത്രത്തിന്റെ പേരിൽ, ഇതിലല്ല, മാധ്യമത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരു വിശ്വാസ്യതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വസ്തയായ ഒരുത്തനുണ്ടായാൽ മതി, അത് ജനം അംഗീകരിക്കും. അതാണ് റസൂൽ സാഹിബ് അൽ അമീൻ. അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ വിശ്വാസ്യത എവിടെ നിന്നാ കിട്ടുക? അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസ്യത.
ആ വിശ്വാസ്യതയ്ക്ക് ഏതൊരിടത്തും അതിന് പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. അങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചാൽ അവിടെ തന്നെ ഇരുട്ടുകൾക്ക് പ്രാധാന്യം ഉണ്ടാവില്ല. അവന്റെ കൂടെ ശക്തി പകരും ആളുകൾ. ആ ശക്തി പകരും തോറും അവിടുത്തെ ഇരുട്ട് മാറിയേ പറ്റൂ. ഫാസിസമാവുന്ന ഇരുട്ടും അഴിമതിയാവുന്ന ഇരുട്ടും തോന്നിവാസങ്ങളാവുന്ന ഇരുട്ടും അവിടുന്ന് മാറിയേ പറ്റൂ. ഈ ഒരു പ്രകൃതിയുടെ നിയമമാണ് അള്ളാഹുവിന്റെ റസൂൽ സഹാബികളും നമുക്ക് കാണിച്ചത്. ഈ പ്രകൃതി നിയമത്തിലേക്ക് നാടിന്റെ ഓരോ വിഷയങ്ങളെയും കൊണ്ടുവരാൻ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വോട്ട്, അത്തരം വോട്ട് കൈകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ കൈകൊണ്ട് തടയണം എന്നാ റസൂൽ പറഞ്ഞു. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഅയ്യിറുഹു ബിയദിഹി. നീ നിന്റെ കൈകൊണ്ട് തടയണം വോട്ട്. അതാണ് വോട്ട് എന്ന് പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുത്തഫഖിൻ അലൈഹിയായ പ്രവാചകന്റെ ഹദീസിനെ ഉൾപ്പെടെ നിഷേധിച്ചുകൊണ്ടേ ഒരുത്തരം അത് പറയാൻ പറ്റൂ. അവിടെ ഇസ്ലാമിന് പ്രസക്തിയില്ല, ദീനിന് പ്രസക്തിയില്ല, അവിടെ രാഷ്ട്രീയമാണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഇത്തരം ഗുരുതരമായ കാര്യങ്ങളെ, നബി ചുംബിച്ച കൈകളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര ഗൗരവത്തിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. പരിഹാസവും പരിദൂഷണവുമായി നടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കുറ്റവും പറഞ്ഞ് അങ്ങനെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ലദീ ജമഅ അദ്ദദ. അവർ ഒരുമിച്ച് കൂട്ടിയ എണ്ണി കണക്കാക്കുക. അതാണ്ടായാൽ ഇതായാൽ മറ്റതായ പറച്ചായി കണക്കൂട്ടിക്കൊണ്ട് യഹ്സബു അന്ന മാലഹു അഖ്ലദ. തന്നെ രക്ഷപ്പെടുത്തും. കുറെ അധികാരവും സ്ഥാനമാനവും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ രക്ഷ, അതാണ് സമാധാനം എന്നാണ് അവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അല്ല, ഒരിക്കലുമല്ല. അവർ ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. എന്താണ് ഹുത്തമ എന്നതിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നാറുല്ലാഹിൽ മുഖദ. ഒരിടത്ത് മാത്രമാണ് അള്ളാഹുവിന്റെ അഗ്നി എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ ഒരിടത്ത് മാത്രമാണ്. അള്ളാഹു അഗ്നിയെ സമ്പത്തും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെയാണ് രക്ഷ എന്ന് വിചാരിച്ചവന്റെ അവന്റെ നേരെ വരുന്ന അഗ്നിയെ കുറിച്ച് മാത്രമാണ് അള്ളാഹു നാറുള്ള എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നിട്ട് അവന്റെ സ്ഥിതി എന്താണെന്നറിയോ? അല്ലത്തി തത്തലിയു അലൽ അഫ്ഇദ. അവന്റെ ഹൃദയങ്ങളിലേക്ക് അത് ആളിപ്പടരും, അവന്റെ ആർത്തിയിലേക്ക്, അതുപോലെ വ്യാജമായ വർത്തമാനത്തിലേക്ക് അള്ളാഹുവിനെയും ശരീഅത്തിനെയും ഇസ്ലാമിനെയും തള്ളിക്കളഞ്ഞ് അവന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിലേക്ക് അത് പടർന്നു പിടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവൻ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ടതില്ല. ഇന്നഹ അലൈഹി മുഹ്സദ. അത് അവരുടെ മേൽ ആകെ മൂടിക്കളയും. എന്നൊരു പഴുത് അവന് കൊടുക്കുകയില്ല. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു പഴുതും ഉണ്ടാവുകയില്ല. എന്നിട്ട് പഴുതില്ല എന്ന് മാത്രമല്ല, അതിന്റെ അകത്തവന്റെ സ്ഥിതി എന്താണ്? ഫീ അമദിൻ മുമദ്ദദ. നാട്ടി നിർത്തിയ തൂണുകളിൽ അവർ ബന്ധിതരായിക്കൊണ്ടായിരിക്കും അവർ കത്തിക്കപ്പെടുക എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ സത്യവുമായി വരണം, ദീനുമായി വരണം, ഖുർആനുമായി വരണം. നമുക്കും സഹറാംദാനികളായി മാറാൻ സാധിക്കണം. ഗ്രാമപ്രദേശത്തും വാർഡിലുമൊക്കെ അത്തരം ഒരു പ്രാതിനിധ്യത്തിന് എനിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നാടുകളിലേക്ക് പോയി ആ കർമ്മനിരതരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.